എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി നാളായി ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുക്കിങ്ങിൻ്റെ. അപ്പോൾ ഇന്നലെ എനിക്ക് നൈറ്റായിരുന്നു, നൈറ്റ് കഴിയുന്ന രാവിലെ ഞാൻ വന്നു. അപ്പോൾ ഇന്നുകൂടെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു വളരെ എളുപ്പത്തിൽ ഇന്നത്തെ ഒരു ലഞ്ച് കുക്കർ ബിരിയാണി ആക്കിയാലോ എന്ന്. അതായത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എൻ്റെ സ്റ്റൈലിൽ നിങ്ങളെ അപ്പം ഞാൻ കുക്കർ ബിരിയാണി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യമേ തന്നെ ഞാൻ ഒരു കിലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പീസിനായിട്ട് കട്ട് ചെയ്തെടുത്തിരുന്ന ചിക്കനാണ് കേട്ടോ. ഇത് 1 കിലോ ചിക്കൻ, കാരണം ഞങ്ങൾ 5 പേരില്ലേ, അപ്പോൾ 1 കിലോ ചിക്കൻ വേണം കേട്ടോ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഓക്കെ, ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂൺ കുരുമുളക് പൊടി, മസാല 1/2 ടീസ്പൂൺ, പൊടി 1/4 ടീസ്പൂൺ. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഷാൻ്റെ ചിക്കൻ ബിരിയാണി മസാലയാണ്. അത് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കും കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കും. അത് കഴിഞ്ഞ് മസാലയുടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കും കേട്ടോ. ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 1 കപ്പ് തൈരും ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കുക ഇതിനെ. അതായത് നമ്മൾ എന്താ പറയുന്നത്, നല്ലതായിട്ട് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഈ ചിക്കൻ്റെ എല്ലാ പീസുകളിലേക്കും നമ്മൾ ഈ ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ഈ അരപ്പം, ഇതിലേക്കെല്ലാം ചേർന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇവൻ തൈരില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങായ ഉള്ളൂ എങ്കിൽ ഒരു നാരങ്ങയുടെ എന്താ പറയുന്നത് ജ്യൂസ് എടുത്ത് ചേർക്കാവുന്നതാണ്. ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തത് കൊണ്ട് ഇതിന് ഓൾറെഡി പാകമായിട്ടുള്ള ഉപ്പ് തന്നെയുണ്ട്. ഒരു 2 മണിക്കൂർ ഈ ഫ്രിഡ്ജിൽ ഇതിരിക്കുന്ന ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അരിയും വെള്ളത്തിലൊന്നൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊന്ന് കുതിർത്തിടാം. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂണോളം ഒരളവിന് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കാഷ്യൂം കിസ്മിസും ഇതിനകത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ സവാളയും ഒനിയനും. ഓക്കെ, ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ കാഷ്യൂം കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിനൊന്നും നമ്മൾ ഒരു കുറവും വരുത്തണ്ട, കാരണം നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാനുള്ളതല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ആവശ്യം പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവർ കഴിച്ച് അവർക്ക് നല്ല പുഷ്ടി ഇങ്ങോട്ട് വന്നു കേട്ടോ. തീ ഒന്ന് കുറച്ച് കൊടുക്കണം, കാരണം എൻ്റെ ഇവിടുത്തെ അടുപ്പിൽ ഇത് എന്താ പറയുന്നത്, ഇച്ചിരി തീ കൂടിയ അടുപ്പാണ് ഇത്. അപ്പോൾ ഇത് കരിയാതെ ഇനി മാറ്റി നമ്മൾ എടുക്കുക. കാരണം ഇതിൽ സ്റ്റീലിൻ്റെ ഇതായതുകൊണ്ടുണ്ട് ഇതിന് കുറച്ച് ചൂട് കൂടുതലാണ്. എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഒനിയൻ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മുടെ ആ കാഷ്യൂം കിസ്മിസും കിസ്മിസ് അങ്ങ് എന്താ പറയുന്നത്, പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയിപ്പോഴും കേട്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെയാണ് ആ ഓയിലിൻ്റെ എണ്ണയുടെയും കൂടെ ആ ഒരു കളർ വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഒന്ന് വഴന്ന് വരാൻ വേണ്ടി സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഔട്ട്കമൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ്, കാരണം ഇത് എങ്ങനെയായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ആക്ച്വലി എനിക്ക് നേരത്തെ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നേ. അതായത് നേരത്തെ വെച്ചാൽ ഒരു 2 മാസം മുമ്പ് വരെ എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഞാൻ കളത്തിലൊന്നും പറയത്തില്ല. പിന്നെ ഞാൻ നോക്കി പഠിച്ച് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് ശരിയായി. അങ്ങനെയാണല്ലോ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ആദ്യം ചിലപ്പോൾ പലതും അറിയില്ലായിരിക്കും. നമ്മൾ പിന്നെ അതിനെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലവണ്ണം ഉണ്ടാക്കാൻ കഴിയും. ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിതിലേക്ക് ഒരു സ്വല്പം പഞ്ചസാരയോട് ആഡ് ചെയ്യും കേട്ടോ. അതായത് ഈ ഉള്ളി ഒന്ന് വഴണ്ട് കഴിഞ്ഞ് പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളി അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്കകത്ത് ചേർക്കാനുള്ള സ്പൈസസ് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കണ്ടോ, പട്ട, ഗ്രാമ്പു, നമ്മുടെ ജാതിക്ക ഉണങ്ങിയത്, കുറച്ച് ഏലക്ക. ആക്ച്വലി ഏലക്ക ഒരു വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 എണ്ണം മതി. ഇത് തീരെ പൊടി കുഞ്ഞു പോലത്തെ ആയിരിക്കും, അതുകൊണ്ട് തന്നെ എത്ര എടുത്തത് കേട്ടോ. പിന്നെ ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് വേണമെങ്കിൽ 2 എണ്ണം ഇടാം, ബട്ട് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് കേട്ടോ. പിന്നെ ബേ ലീവ്സും ഉണ്ടെങ്കിൽ ഇടാം, പക്ഷെ അതും എൻ്റെ കയ്യിലില്ല.
അപ്പോൾ ഉള്ളവർക്കൊക്കെ ഇതിടാൻ പറ്റും, നോ പ്രോബ്ലം, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അടുത്തതായിട്ട് ഒരു കുക്കർ എടുത്ത് അടുപ്പത്തോട്ടങ്ങ് വെക്കണം. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവിൻ്റെയും ഒനിയൻ്റെയും ഒക്കെ ഉള്ള ഓയിലില്ലേ, അത് ഞാൻ കളയത്തില്ല കേട്ടോ. കാരണം അതിനകത്ത് കുറച്ച് നെയ്യുള്ളത്. ഞാൻ ആ ഓയിൽ, എക്സസ് ആയിട്ടുള്ള ഓയിൽ ഈ കുക്കറിലോട്ട് തന്നെ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കും. പിന്നെ നമുക്കറിയാമല്ലോ ബാക്കിയുള്ള ഓയിലൂടെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ പിന്നെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെയ്ക്കകത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നല്ലതൊക്കെയാണ്, പക്ഷേ കൊളസ്ട്രോൾ ഉള്ളവർ സൂക്ഷിക്കണം. എനിവേ ഞാനൊരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അരി കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിക്കഴിഞ്ഞ് ഈ സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് കരിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാകാനേ പാടുള്ളൂ കേട്ടോ. അപ്പം ഒന്ന് സ്പൈസസൊക്കെ ഇതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ. അതായത് ഞാൻ പഠിച്ച് മനസ്സിലാക്കി 2-3 പ്രാവശ്യം ചെയ്ത് എനിക്ക് മനസ്സിലായൊരു വിധമാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയത്തില്ല ഓരോരുത്തർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ബട്ട് ഇത് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയപ്പം എന്താ പറയുന്നത്, വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. 5-8 പാത്രം കഴുകണ്ട, പിന്നെന്താ, പിന്നെ കഴുകാൻ നിൽക്കേണ്ട, തുടയ്ക്കാൻ നിൽക്കേണ്ട, ഒന്നുമില്ല. എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷെ ഇന്നിപ്പോൾ നൈറ്റ് കഴിഞ്ഞ് ചെയ്യുന്നത് കൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം. പിന്നെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എൻ്റെ വോയിസ് എന്താ ഇങ്ങനെ തന്നെ. എനിക്ക് ഈ മാസം ഒരു 4-ാം തീയതി മുതൽ ഒരു വൈറൽ കോൾഡ് പിടിപെട്ടതാണ്. പനിയില്ല, പക്ഷെ ചുമ, തൊണ്ടയ്ക്ക് വേദന, അങ്ങനത്തെ കുറച്ചേറെ കാര്യങ്ങളാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. മെഡിസിനൊക്കെ എടുക്കുന്നു, ദൈവത്തിൻ്റെ കൃപയെ കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക്, ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു 4 വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം എരിവ് വേണ്ടിയവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ കുഞ്ഞുങ്ങൾ ഇത് കഴിക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ 3 മുളക് ചേർത്തിരിക്കുന്നത് കേട്ടോ. കൊടുക്കാം, ഒന്ന് മൂത്ത് വന്നോട്ടെ. ഇതെല്ലാം ഞാൻ മിക്സിക്കകത്ത് എന്താ പറയുന്നത് അരച്ചതല്ല, ജസ്റ്റ് നമ്മുടെ കല്ലുണ്ടല്ലോ, ഈ പുഴിഞ്ഞൊരു കല്ല്, അതിലോട്ട് ഞാൻ ഈ ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ 2 സവാള ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം വലിയ സവാളയുടെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് കുറച്ച് ഉള്ളി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഉള്ളിയുടെ അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ അതും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ലേ. സോ എന്തിനാപ്പം ചെറിയ 2 സവാള ഉള്ളി അരിഞ്ഞ് അതും ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലവണ്ണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി ഞാൻ ആ സവാള ഫ്രൈ ചെയ്തപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇപ്പം ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണിയുടെ ഒരു കൂട്ടിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്വല്പം എണ്ണയോട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഉള്ളി ഒന്ന് വഴലാൻ വേണ്ടിയിട്ടുള്ള എണ്ണയില്ല കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കിതിന് ഒരു 2 മിനിറ്റ് വരെ നമുക്കിതിലേക്ക് ഒന്ന് വെന്ത് വരട്ടെ. എന്താ പറയുന്നത്, നമ്മുടെ ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഷാൻ്റെ ചിക്കൻ മസാല ചേർക്കുന്നു ബിരിയാണിയുടെ. അപ്പോൾ ഈ ഒരു 1/2 ടേബിൾ സ്പൂണ് ഈ സമയത്ത് ഞാൻ ചേർക്കും കേട്ടോ. ഈ സമയം നമ്മൾ തീ നല്ലവണ്ണം കുറച്ച് വെച്ചിരിക്കണം, അല്ലെ കരിഞ്ഞു പോകും കേട്ടോ. സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ടില്ലെങ്കിലും അരി ഇട്ടില്ലെങ്കിലും ഈ ഷാൻ്റെ മസാലയിൽ നിന്ന് വരുന്നൊരു ഫ്ലേവേഴ്സിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അത് തന്നെ ബിരിയാണി കഴിച്ചൊരവസ്ഥയിലായിപ്പോയി കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞ കറക്റ്റാണല്ലോ എന്നുള്ളത് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കണ്ടോ, റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ചിക്കൻ എടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് തീ ഒരു ഹൈ ഫ്ലെയിമിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണേ. ഒന്ന് ഇളക്കിയിട്ട് ഒരു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് എന്താ പറയുന്നത്, ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ചിക്കന് ഇതിനകത്ത് വേകണം. ഒരു 3 മിനിറ്റ്സ്. അപ്പം ഞാൻ ചെയ്യുന്ന 3 മിനിറ്റ് അങ്ങ് ടൈമർ വെക്കുക കേട്ടോ. തീ ഒന്ന് കൂട്ടി വെച്ച് ഒരു 3 മിനിറ്റ് ഞാൻ ടൈമർ വെച്ച് കൊടുക്കും. കാരണം അല്ലാതെ നമുക്കതില്ലല്ലോ, അല്ലാതെ വെളിവില്ലാതൊന്ന് പണി ചെയ്യുമ്പം. അപ്പം ഞാനൊരു 3 മിനിറ്റ് ടൈമർ വെക്കും കേട്ടോ. ഞാൻ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ,
എനിക്ക് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണിയെക്കാട്ടി ടേസ്റ്റ് തോന്നി കേട്ടോ. അതിന് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കെന്ന് തോന്നുവാന്നോന്ന് അറിയത്തില്ല. ബട്ട് എനിക്ക് ടു ബി ഹോണസ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെയൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ നമുക്ക് കണ്ടു നോക്കാം. 3 മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ചിക്കൻ. ഓക്കെ, സോ അപ്പം 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പം ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒരു എന്താ പറയുന്നത് 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. കാരണം ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചിക്കനിലേക്കൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതായത് ഞാൻ പറയുന്നു നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിൻ്റെ അനുസരിച്ച് 1 ഗ്ലാസ് അരി എടുത്താൽ 1 ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം ചെറിയൊരു നാരങ്ങയായിരുന്നു. ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എടുത്ത് കഴിഞ്ഞതിന് ശേഷം 1/2 ടീസ്പൂണോടെ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ് അത് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഞാൻ ഉപ്പ് ഇച്ചിരി ഒന്ന് നാക്കയിൽ തൊട്ട് നോക്കിയപ്പോൾ അത്ര ഉപ്പ് അതിനകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടെ കൂടുതൽ അതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. സ്വല്പം മല്ലിയില ഞാൻ മാറ്റി വെക്കും കേട്ടോ, കാരണം ലാസ്റ്റിലേക്ക് പിന്നെ ഇടാൻ വേണ്ട. ആവശ്യത്തിനുള്ള പുതിന ഇല ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2.5 ഗ്ലാസ് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ഡ്രെയിൻ ചെയ്ത ആ പാത്രത്തിൽ തന്നെയാണ് വെച്ചിരുന്നത്. എന്നിട്ട് ഒന്നിട്ട് കൊടുക്കുക. നിങ്ങളൊക്കെ ഉണ്ടാക്കുമോ? ഞാൻ ഈ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് കമൻറ്റിൽ പറയണം. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ നമ്മൾ കുത്തി താപ്പോട്ട് വെച്ച് ഇളക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇങ്ങനെ അരി എന്താ പറയുന്നത്, ഇങ്ങനെ നെകക്കെ കിടക്കണം ഈ വെള്ളത്തിന്. ഈ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ചേറെ കാഷ്യൂം കാഷ്യൂം കിസ്മിസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് വെച്ചിരുന്ന എന്താ പറയുന്നത് ഫ്രൈഡ് ഓനിയനും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് ഞാനെടുത്ത് മാറ്റി വെക്കും, പിന്നെ കുറച്ചാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുക്കർ എടുത്ത് വെച്ചങ്ങ് ഒരടയങ്ങ് അടച്ചേക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ എയർ ഒന്ന് പോയി കഴിയുമ്പോൾ ഒരു ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിക്കുക. പിന്നെ ഒരു 20 മിനിറ്റ്സോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനൊരു 25 മിനിറ്റ്സ് വെക്കും കേട്ടോ. ഒരു 30 മിനിറ്റത്തെ എൻ്റെ റെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി റെഡിയായി. തുറന്ന് നോക്കാം, ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാം. നമുക്കിപ്പോൾ ഇതിൻ്റെ വിസിലൊന്ന് തുറക്കാം. ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണിയുടെ ഒരു എന്താ പറയുന്നത് ബിരിയാണി ആയി കഴിഞ്ഞൊരു ഇതാണ്. നമുക്കപ്പോൾ ഇതൊന്ന് കുത്തി നോക്കാമേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പം ഞാനൊന്ന് നോക്കട്ടെ. ഞാനിങ്ങനെ ഫോർക്ക് വെച്ചാണ് ഇങ്ങനെ കേട്ടോ. ഇത് അളിഞ്ഞിട്ടൊന്നും മീൻസ് അളിഞ്ഞിട്ടെന്ന് അതിനൊരു പേരെന്താ, അങ്ങ് അളിഞ്ഞു പോയി. നമ്മൾ ചോറൊക്കെ അങ്ങ് വെന്ത് പോയെന്ന് പറയത്തില്ലേ, സോ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. ഇനി കണ്ടില്ലേ, ഇപ്പോൾ കണ്ടോ എൻ്റെ ബിരിയാണി. അതിനി കണ്ടോ അടിയിലാണിത്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് വെക്കും. ഓക്കെ, ചിക്കനൊക്കെ എന്താ പറഞ്ഞാൽ അടിയിലാണ്. ഇനി ഞാനിത് അടച്ച് വെക്കത്തില്ല കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ തന്നെ കഴിച്ച് കാണിക്കാം കേട്ടോ. ഒരു ഇച്ചിരി എടുത്ത് ചൂടുണ്ട്. നല്ല സൂപ്പർ ബിരിയാണിയാണ്. ഒന്നും എനിക്ക് പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ഞങ്ങൾ ഒന്നുകൂടെ കാണിക്കാം. എടുത്തു വെച്ചിരുന്ന ആ ബാക്കിയായിട്ടുള്ള മല്ലിയിലയില്ലേ, അതിങ്ങനെ ഞാൻ ചീറി കൊടുക്കും. അതായത് അപ്പോൾ എനിക്ക് എന്തോ മറ്റേന്ന് പറയുമ്പോൾ ഒരു ഓൾറെഡി വെന്ത് കഴിഞ്ഞ് വരുന്നത് ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ബാക്കിയുള്ള ഓണിയൻ, ഫ്രൈഡ് ഓണിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കും. കിസ്മിസ് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് കണ്ടല്ലോ. സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണിയാണ്.
ഉണ്ടാക്കി വെച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി. ഓക്കെ, സോ പപ്പടം ഇല്ല കേട്ടോ, പപ്പടം ഒന്നും മേടിച്ചാക്കാൻ പറ്റില്ല. പിന്നെ സലാഡ് ഉണ്ടാക്കി വെച്ചു, നാരങ്ങ അച്ചാറുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ ചൂടൊക്കെ അങ്ങ് ആറിപ്പൊഴിച്ചു, ചൂടുണ്ടെങ്കിൽ ചൂട് ആയിരുന്നു. എന്തിനാ വിജി ഇത്രയും അങ്ങ് ചിക്കൻ എടുത്തിട്ട് കിട്ടുക? ആ പിന്നെ ഒരു കഷ്ണം ചിക്കൻ മതി. ഇതെന്താ പോയത്? ചോറ് നിറച്ചും ചിക്കൻ. ചിക്കൻ